ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗോസസ് തിയറം എന്താണെന്നാണ് നോക്കിയിരുന്നത്. പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആപ്ലിക്കേഷൻസ് ഓഫ് ഗോസസ് ലോ ആണ്. നമുക്ക് മെയിനായിട്ട് 4 ആപ്ലിക്കേഷൻസ് ആണുള്ളത്. നമ്മൾ ഈ ആപ്ലിക്കേഷൻസ് എല്ലാം ബൈ യൂസിങ് കൂളംസ് തിയറത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഡെറിവേഷനായിട്ട് പഠിച്ചതാണ്. ആ സെയിം തന്നെ ബൈ യൂസിങ് ഗോസസ് തിയറം വെച്ചിട്ടാണ് നമ്മളിവിടെ തെളിയിക്കുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് 2 രീതിയിലും ചോദിക്കാം. അപ്പോൾ ഏതാണെന്ന് വ്യക്തമായിട്ട് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കിയിട്ട് ആൻസർ എഴുതാവും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആപ്ലിക്കേഷനാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു പോയിൻറ്റ് ചാർജ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു പോയിൻറ്റ് ചാർജ് ക്യൂ കൺസിഡർ ചെയ്യുന്നു. അത് ലൊക്കേറ്റ് ചെയ്യുന്നത് ഒറിജിനിലാണ്. നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ആ പോയിൻറ്റ് പിയിലുള്ള ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി ഡി ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഗോസസ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു ഗോസിയൻ സർഫസ് വേണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്പെറിക്കൽ സർഫസ് കൺസിഡർ ചെയ്യുന്നു. അപ്പം ആ ഒരു പി ഉൾപ്പെടുന്ന ഒരു ഗോസിയൻ സ്പെറിക്കൽ സർഫസാണ് കൺസിഡർ ചെയ്യുന്നത്. ആ ഒരു പിയിൽ എല്ലാ സിമെട്രിക് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ വേണം നമ്മളൊരു ഗോസിയൻ സർഫസ് കൺസിഡർ ചെയ്യാനായിട്ടുള്ളത്. അപ്പം നമ്മുടെ ഒറിജിൻ സെൻറ്റേഡ് ആയിട്ടുള്ളൊരു സ്പെറിക്കൽ സർഫസാണ് കൺസിഡർ ചെയ്യുന്നത്. സോ അതാണ് നമ്മുടെ ഗോസിയൻ സർഫസ്. അപ്പോൾ നമുക്ക് ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ ഒരു ഗോസിയൻ സർഫസിനകത്ത് ഡി എല്ലായിടത്തും നോർമൽ ആണെന്ന് അതായത് ആ ഒരു സിമെട്രിക് കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി ആ ഒരു ഗോസിയൻ സർഫസിനകത്ത് അല്ലെങ്കിൽ സ്പെറിക്കൽ സർഫസിനകത്ത് എല്ലായിടത്തും നോർമലായിരിക്കും. അതായത് ഗോസിയൻ സർഫസിന് നോർമലായിട്ടായിരിക്കും ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇനി ഗോസസ് ലോ വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇതാണ് ആ ഫിഗർ. XYZ ആക്സിസിൽ സെൻറ്ററിലാണ് നമ്മൾ പോയിൻറ്റ് ചാർജ് ക്യൂ പ്ലേസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആ ഒരു പോയിൻ്റ് ഉൾപ്പെടുന്ന എന്ത് കണ്ടുപിടിക്കുന്നു? ഒരു ഗോസിയൻ സർഫസ്, ഒരു സ്പെറിക്കൽ സർഫസ് എടുക്കുന്നു. അതിൻ്റെ റേഡിയസ് R ആണ്. അതിൻ്റെ അറ്റത്താണ് നമ്മളുടെ പി. ആ പിയിലെ ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റിയാണ് വേണ്ടത്. പറയുന്നുണ്ട് ആ ഒരു ഗോസിയൻ സർഫസിന് എല്ലായിടത്തും നോർമലായിട്ടായിരിക്കും ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി ഉള്ളത്. അപ്പം നമ്മൾ ബൈ യൂസിങ് ഗോസസ് ലോ അനുസരിച്ച് എന്താണ് സൈ എന്ന് പറയുന്നത് ചാർജ് എൻക്ലോസ്ഡ് ആണ്. അതായത് ഗോസസ് ലോ അനുസരിച്ച് ചാർജ് എൻക്ലോസ്ഡ് എന്ന് പറയുന്നത് എന്താണ്? ചാർജ് എൻക്ലോസ്ഡ് എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സിന് ഈക്വലാണ്. ഓക്കെ, അതായത് സൈ ഈസ് ഈക്വൽ ടു ക്യൂ എൻക്ലോസ്ഡ് ആണ്. സൈയെ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മുടെ ഇപ്പോൾ ഉള്ളതൊരു സ്പെറിക്കൽ സർഫസാണ്. അതായത് നമ്മളിത് സർഫസ് ഏരിയയിലാണ് പറയുന്നത്. സോ ഇൻ്റഗ്രൽ എസ്, അതായത് സർഫസ് ഇൻ്റഗ്രൽ ഡി ഡോട്ട് ഡി എസ് ഈക്വൽ ടു ക്യൂ എന്ന് എഴുതാം. ഓക്കെ, ഇനി ഈ ഡി ഡോട്ട് ഡി എസിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡി ഡോട്ട് ഡി എസ് അതായത് ഡോട്ട് പ്രോഡക്റ്റ് ആണ്. സോ ഡി ഡോട്ട് ഡി എസിനെ നമുക്ക് ഡി ഡി എസ് കോസ് തീറ്റ എന്ന് എഴുതാം. നമ്മളിവിടെ പറഞ്ഞു നമ്മളൊരു സ്പെറിക്കൽ സർഫസാണ് കൺസിഡർ ചെയ്യുന്നത്. സോ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടും 360 ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഡി ഡോട്ട് ഡി എസിനെ നമുക്ക് എന്തെഴുതാം? ഡി ഡി എസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻ്റഗ്രൽ എങ്ങനെയായിട്ട് മാറും? ഡി ഡോട്ട് ഡി എസിനെ നമുക്ക് എന്തെഴുതാം? ഡി ഡി എസ് ഈക്വൽ ടു ക്യൂ എന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മളെന്താ ചെയ്യുന്നത്? ഈ ഡി എ, അതായത് ഇൻ്റഗ്രൽ നമ്മൾ സർഫസ് ഇൻ്റഗ്രലാണ് എടുക്കുന്നത്. സോ ഡി എസിനെ മാത്രം നമ്മൾ ഇൻ്റഗ്രൽ ചെയ്താൽ മതി. നമ്മുടെ ഡി, അതായത് ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. സോ അതിനെ പുറത്തിറക്കിയിട്ട് ഡി എസിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു സ്പെറിക്കൽ ഗോസിയൻ സർഫസ് കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് ഇൻ്റഗ്രൽ ഡി എസ്, അതായത് അതിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ സ്പെറിക്കൽ സർഫസിൻ്റെ ഏരിയ ആണ്. അതിൻ്റെ റേഡിയസ് R ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ സർഫസ് ഏരിയ എന്ത് വരും? 4πr². സോ എന്ത് വരും ഇക്വേഷൻ? D × 4πr² = Q. പക്ഷേ ഡി എന്ന് പറയുന്നത് ε0E, അതായത് റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അപ്പം D = ε0E എന്നൊരു ഇക്വേഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ D = ε0Eയിൽ നിന്ന് നമുക്ക് ഈയൊരു ഇക്വേഷൻ എങ്ങനെ എഴുതാം? D/ε0. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഡി എന്ന് പറയുന്നതിനെ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഡി എന്ന് പറയുന്നത് Q/4πr² എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. നമുക്ക് ഗോസസ് തിയറത്തിൽ നിന്ന് കിട്ടിയ ഇക്വേഷൻ. ഓക്കെ, അങ്ങനെ എങ്ങനെ എഴുതാം? Q/4πε0 r² AR. അതായത് നമുക്കിങ്ങനൊരു ഇക്വേഷൻ കിട്ടും. ഓക്കെ,
4πε0 r സ്ക്വയർ AR വെക്റ്റർ. ഇവിടെ ആ ഒരു എ ഇല്ല, അത് നിങ്ങളൊന്ന് തിരുത്തിക്കോളാം. നോട്ട് അയക്കുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് അയക്കാം. Q/4πε0 r സ്ക്വയർ AR വെക്റ്റർ എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു പോയിൻറ്റ് ചാർജ് ബൈ ഗോസസ് തിയറം വെച്ചിട്ട് തെളിയിക്കുന്നത് ഇങ്ങനെയാണ്. ഇനി അടുത്ത ആപ്ലിക്കേഷനാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു ഇൻഫൈനൈറ്റ് ലൈൻ ചാർജ്. ഇതിൻ്റെ എല്ലാം നമ്മൾ കൂളംസ് ലോ അനുസരിച്ചുള്ള ഡെറിവേഷൻ പഠിച്ചതാണ്. ഇതെല്ലാം ഗോസസ് തിയറം വെച്ചിട്ടുള്ള ആപ്ലിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് രീതിയിലും ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു ഇൻഫൈനൈറ്റ് ലൈൻ ചാർജ് കൺസിഡർ ചെയ്യുക. നമ്മൾ ഈ ഇൻഫൈനൈറ്റ് ലൈൻ ചാർജിന് നമുക്കൊരു ഗോസിയൻ സർഫസ് വേണമല്ലോ. അതിനായിട്ട് നമ്മളൊരു സിലിണ്ടറാണ്, 6 റേഡിയസ് ഉള്ള ഒരു സിലിണ്ടറും L ഹൈറ്റ് ഉള്ള ഒരു സിലിണ്ടർ ഗോസിയൻ സർഫസായിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പം ബൈ ഗോസസ് ലോ അനുസരിച്ച് ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത്, ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ഇൻ ദ ഗോസിയൻ സർഫസ് ആണ്. ഓക്കെ, ഇനി നമുക്കറിയാം നമ്മുടെ ഈ സിലിണ്ടറിക്കൽ സർഫസിനകത്തെ റോയലിലാണ് ചാർജ്, അതായത് ആ യൂണിറ്റ് ലെങ്തിലെ ചാർജ് റോയലിലാണ്. അപ്പം Q എന്ന് പറയുന്നതിന് നമുക്ക് എന്തെഴുതാം? റോയൽ ഇൻറ്റു L എന്ന് എഴുതാം. ഓക്കെ, ടോട്ടൽ ചാർജ്. അങ്ങനെയാണെങ്കിൽ സൈ എന്ന് പറയുന്നതിന് എങ്ങനെ എഴുതാം? ഇൻറ്റഗ്രൽ D.ds. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഇൻറ്റഗ്രൽ D.ds ഈക്വൽ ടു Q എന്ന് എഴുതാമല്ലോ, അതായത് ഇലക്ട്രിക് ഫ്ലക്സ് ഈക്വൽ ടു ചാർജ്. ഇനി ഈ Qവിനെ എങ്ങനെ എഴുതാം? റോയൽ ഇൻറ്റു L. ഇപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ D ഈക്വൽ ടു എന്തെഴുതാം? നമുക്ക് സൈ ബൈ ഇൻറ്റഗ്രൽ DS എന്ന് എഴുതാം. അതായത് ഇൻറ്റഗ്രൽ DS എന്ന് പറയുന്നത് ആ സിലിണ്ടറിൻ്റെ ഏരിയയാണ്. സോ സൈ ബൈ 2πRL, അതായത് സൈ ബൈ 2πRL, അതായത് സിലിണ്ടറിൻ്റെ ഏരിയയാണ് 2πR ഇൻറ്റു L. അതായത് സിലിണ്ടറിൻ്റെ മുകൾ വശം, അതായത് അതിൻ്റെ ലോവർ ആൻഡ് അപ്പർ പാർട്ട് എന്ന് പറയുന്നത് സർക്കിളാണ്. സോ അതിൻ്റെ സർക്കിളിൻ്റെ ഏരിയ പെരിമീറ്റർ ഇൻറ്റു എന്ത് ചെയ്താൽ മതി? ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2πRL എന്ന് പറയുന്ന സിലിണ്ടറിൻ്റെ ഏരിയ. സൈക്ക് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? റോയൽ L എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമുക്ക് D എന്ന് പറയുന്നത് എന്ത് കിട്ടും? റോയൽ L ബൈ 2πRL. അതിനകത്ത് L ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? റോയൽ ബൈ 2πR എന്ന് കിട്ടും, AR ക്യാപ്പ്. ഇനി നമുക്ക് വേണ്ടത് E ആണ്, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. നമുക്കറിയാം Dയും Eയും തമ്മിലുള്ള റിലേഷൻ. സോ എന്ത് ചെയ്താൽ മതി? എപ്സിലോണും കൊണ്ട് നമുക്ക് കിട്ടിയ Dയെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി E കിട്ടും. ഓക്കെ ആണല്ലോ. അടുത്താണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു ഇൻഫൈനൈറ്റ് ഷീറ്റ് ഓഫ് ചാർജ്. ഇതും നമ്മൾ കൂളംസ് ലോ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ബൈ യൂസിങ് ഗോസസ് തിയറമാണ്. രണ്ടും മാറിപ്പോവാതെ പഠിക്കുക. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ് നമ്മൾ ഒരു ഇൻഫൈനൈറ്റ് ഷീറ്റ് ഓഫ് ചാർജ് ൻ്റെ ഫിഗർ. നമ്മളൊരു ഇൻഫൈനൈറ്റ് ഷീറ്റ് ഓഫ് ചാർജിനകത്ത് നമ്മളൊരു സിലിണ്ടറിക്കൽ ഗോസിയൻ സർഫസാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഇൻഫൈനൈറ്റ് പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ് എടുത്തിട്ടുണ്ട്. അതിനകത്ത് യൂണിഫോം ചാർജ് ഡെൻസിറ്റി റോയൽ എന്നായിട്ട് കൺസിഡർ ചെയ്യുന്നു. നമ്മളൊരു ഒരു പോയിൻറ്റ് P കൺസിഡർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇൻഫൈനൈറ്റ് പ്ലെയിൻ ഷീറ്റിൽ നിന്നും H ഡിസ്റ്റൻസ് മാറിയാണ് ഒരു പോയിൻ്റ് ഉള്ളത്. നമ്മളൊരു പിൽ ബോക്സ്, അതായത് നമ്മൾ കണ്ട സിലിണ്ടർ അല്ല, ഒരു പിൽ ബോക്സ് ഷേപ്പാണ് നമ്മൾ ഗോസിയൻ സർഫസ് ആയിട്ട് എടുക്കുന്നത്. അപ്പം അപ്പോൾ ആ ഒരു സർക്കുലർ ഫേസ്, അതായത് ഇതാണ് ആ പിൽ ഷേപ്പ്. അതിൻ്റെ ആ സർക്കുലർ ഷേപ്പിലാണ് എന്തുള്ളത്? P എന്ന് പറയുന്ന പോയിൻ്റ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി DS എന്ന് പറയുന്നതാണ് ആ ഗോസിയൻ സർഫസിൻ്റെ ഏരിയ. അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മൾ ഈ ഒരു ഫിഗർ നോക്കുമ്പം ഇതിന് ആ ഒരു സർക്കുലർ ഷേപ്പ് ഈ സൈഡിലും ഉണ്ട്, ഇവിടെയുമുണ്ട്, ഇപ്പുറത്തെ സൈഡിലുണ്ട്, രണ്ട് സൈഡിലുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഏരിയ എടുക്കുമ്പം 2 × DDS എന്ന് എടുക്കണം. ഓക്കെ, രണ്ട് സൈഡുണ്ട്, രണ്ട് ഫേസിലെ ഏരിയ നമ്മൾ ആഡ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പം ബൈ ഗോസസ് ലോ അനുസരിച്ച് എന്ത് വരും? സർഫസ് ഇൻ്റഗ്രൽ D.ds ഈക്വൽ ടു Q ഈക്വൽ ടു സർഫസ് ഇൻ്റഗ്രൽ റോയസ് DS. ഇവിടുത്തെ ചാർജ് എന്ന് പറഞ്ഞാൽ സർഫസ് ഇൻ്റഗ്രൽ റോയസ് DS ആണ്. ഇനി സർഫസ് ഇൻ്റഗ്രൽ D.dsനെ നമുക്ക് എന്തെഴുതാം? അതായത് ഏരിയ എൻക്ലോസിനെ നമുക്ക് എന്തെഴുതാം? 2DDS എന്ന് എഴുതാം, ഈക്വൽ ടു റോയസ് DS. അതായത് ഇൻ്റഗ്രൽ DDSഉം ആണ്, രണ്ട് സൈഡിലെയും സർഫസ് ഇൻ്റഗ്രൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പം 2DDS ഈക്വൽ ടു റോയസ് DS എന്ന് കിട്ടും. DSനെ നമുക്ക് രണ്ട് സൈഡിൽ നിന്നും കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് D എന്ത് കിട്ടും? റോയസ് ബൈ 2 കിട്ടും. അങ്ങനെയാണെങ്കിൽ D കിട്ടിക്കഴിഞ്ഞാൽ E കണ്ടുപിടിക്കാം ബൈ ഡിവൈഡിങ് എപ്സിലോൺ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നിങ്ങൾ ആ ഇൻഫൈനൈറ്റ് ഷേപ്പ് ചാർജിൻ്റെ ഡെറിവേഷൻ എടുത്ത് നോക്കുമ്പം നമുക്ക് കിട്ടുന്ന ആൻസർ രണ്ടും എന്തായിരിക്കും? സെയിം ആയിരിക്കും. പക്ഷെ നമ്മൾ ആ ഡെറിവേഷൻ ചെയ്യുന്ന വേ ആണ് വ്യത്യാസം. ഓക്കെ,
ഇനി അടുത്ത നാലാമത്തെ ആപ്ലിക്കേഷനാണ് സ്പെറിക്കൽ ഷെൽ ഓഫ് ചാർജ്. അപ്പോൾ നമുക്കൊരു സ്പെറിക്കൽ ഷെല്ല് ഒരു കൺസിഡർ ചെയ്യുക. അതിനകത്ത് നെറ്റ് ചാർജ് എന്ന് പറയുന്നത്, അതിനകത്തൊരു നെറ്റ് ചാർജ് ഉണ്ട്. അതിൻ്റെ സർഫസിലാണ് അതിൻ്റെ നെറ്റ് ചാർജ് ഉള്ളത്. റേഡിയസ് എന്ന് പറയുന്ന R, ടോട്ടൽ ചാർജ് Q ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഷെല്ല്, സ്പെറിക്കൽ ഷെല്ല്. ഇത് നമ്മൾ 3 രീതിയിലാണ് ഇത് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ആ പോയിൻറ്റ് P എന്ന് പറയുന്നത് ഷെല്ലിലാണ്. അപ്പം എന്താ പറയുക, അപ്പോൾ നമ്മുടെ ഗോസസ് ലോ അനുസരിച്ച് സർഫസ് ഇൻ്റഗ്രൽ D.ds എന്ന് പറയുന്നത് ചാർജ് എൻക്ലോസ്ഡ് Q ആണ്. ഇതൊരു സ്പെറിക്കൽ ഷെല്ലായതുകൊണ്ട് അതിൻ്റെ ഏരിയ എന്ത് വരും, 4πr² D = Q എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് നിന്ന് ഡിയുടെ ഇക്വേഷൻ എന്ത് കിട്ടും, Q/4πr². ഡി കിട്ടിക്കഴിഞ്ഞാൽ ഈ എങ്ങനെ കിട്ടും, D/ε0 ചെയ്താൽ മതി, Q/4πε0r² എന്ന് കിട്ടും. അടുത്ത പോയിൻ്റാണ്, നമ്മളെടുത്ത ആ പോയിൻ്റ് P എന്ന് പറയുന്ന പോയിൻ്റ് ഷെല്ലിലാണ്. ഓക്കെ, അതായത് ഷെല്ലിന് പുറത്തും വരാം, ഷെല്ലിൽ വരാം, ഷെല്ലിനകത്ത് വരാം. അപ്പോൾ ഇത് ഷെല്ലിൻ്റെ സർഫസ് എന്ന് പറയാം. പോയിൻ്റ് ഈസ് ഓൺ ദി ഷെൽ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നമ്മുടെ ടോട്ടൽ സ്പിയറിൻ്റെ റേഡിയസ് ആണ് R എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പോയിൻ്റ് ഷെല്ലിനകത്തെന്ന് പറയുമ്പോഴത്തേക്കിനും റേഡിയസ് A വരുന്ന ആ സർഫസിലാണ് എന്തുള്ളത്, നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ സ്പിയറിൻ്റെ റേഡിയസ് A ആണ്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഗോസിയൻ സർഫസിൻ്റെ റേഡിയസ് ആണ് R. ഓക്കെ, അപ്പം ആ എസ്റ്റേഷൻ പോയിൻ്റ് എന്ന് പറയുന്നത് ഷെല്ലിൽ നിന്ന് ഇത്ര ഡിസ്റ്റൻസ് മാറി പോയിൻ്റ് P വരുമ്പോൾ അടുത്തത് പോയിൻ്റ് ഈസ് ഓൺ ദ ഷെല്ലെന്ന് പറയുന്നത് ഷെല്ലിൻ്റെ സർഫസിൽ ഇരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ റേഡിയസ് R എന്ന് പറയുന്നത് A ആയിട്ട് മാറും. സോ D എന്ന് പറയുന്നത് Q/4πa² വരും. മറ്റേ ഇക്വേഷനകത്ത് Rന് പകരം A കൊടുത്താൽ മതി. അപ്പോൾ ഈ ഇക്വേഷൻ /ε0 കൊടുത്താൽ മതി. ഇനി അടുത്താണ് പോയിൻ്റ് ഈസ് ഇൻസൈഡ് ദ ഷെൽ. ഇൻസൈഡ് എന്ന് പറയുമ്പോഴത്തേക്കിനും ഗോസിയൻ സർഫസിന് ഇൻസൈഡ് വന്നു കഴിഞ്ഞാൽ അവിടെ ഫ്ലെക്സ് ഇല്ല. അവിടെ ഫ്ലെക്സ് ഇല്ലെങ്കിൽ ചാർജ് എൻക്ലോസ്ഡ് അല്ല. സോ ED, അതായത് ഇലക്ട്രിക് ഫ്ലക്സ് ഇൻറ്റൻസിറ്റിയും ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ വാല്യൂ എന്താണ്, 0 ആണ്. ഈ ഡെറിവേഷൻ ഇതെല്ലാം നമ്മൾ +2 പഠിക്കുന്നതാണ്. അപ്പം ഇത് എല്ലാവരും എഴുതി പഠിക്കണം. ഇതെന്താ എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന പ്രോബ്ലമാണ്. അടുത്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇതും നമ്മൾ +2 പഠിക്കുന്നതാണ്. നമ്മൾ എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്, ഒരു പോയിൻറ്റിൻ്റെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഒരു ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു പോസിറ്റീവ് ചാർജ്, ഓക്കെ, ആ ഫീൽഡിന് എഗനസ്റ്റ് ആയിട്ട് ഇൻഫിനിറ്റിയിൽ നിന്നൊരു പോസിറ്റീവ് ചാർജിനെ നമ്മൾ കൊണ്ടുവരുമ്പം അതിന് വേണ്ട വർക്ക് ഡൺ, അതാണ് പൊട്ടൻഷ്യൽ എന്ന് നമ്മൾ ഡെഫിനിഷൻ മുഖേന പറയുന്നത്. ഇനി 2 പോയിൻ്റ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്, ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് ട്രാൻസ്പൊസിഷൻ ചെയ്യുമ്പം ആവശ്യമായ വർക്ക് ഡൺ ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. മൊത്തത്തിൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഒരു വർക്ക് ഡൺ ആണ്. വർക്ക് ഡണ്ണിനെയാണ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്കിപ്പം ഈ ഒരു ഫിഗർ വെച്ച് നോക്കുമ്പം നമുക്ക് ഒരു പോയിൻറ്റ് ചാർജിനെ, അതായത് Q എന്ന് പറയുന്നൊരു പോയിൻറ്റ് ചാർജിനെ എയിൽ നിന്നും ബിയിലേക്ക് മാറ്റണം. അത് നമ്മൾ ആരോ ഇട്ട് വരച്ചിരിക്കുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡാണ്. അതിന് അക്രോസ് ആയിട്ട് എയിൽ നിന്നും ബിയിലേക്ക് ഒരു പോയിൻറ്റ് ചാർജിനെ നമുക്ക് മൂവ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ആ ചാർജ് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ചാർജ് ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡാണ്, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ്. അതായത് ഫോഴ്സ് ഇസ് ഈക്വൽ ടു ചാർജ് ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. അങ്ങനെയാണെങ്കിൽ DL, അതായത് ആ ചാർജിനെ എയിൽ നിന്നും ബിയിലേക്ക് ഡിസ്പ്ലേ ചെയ്യാൻ ആവശ്യം, അതായത് DL ഡിസ്പ്ലേ ചെയ്യുന്നു. എയിൽ നിന്നും ബിയിലോട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അതിൽ മൂവ് ചെയ്ത് DL ഡിസ്റ്റൻസ് അത് മൂവ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ ആ വർക്ക് ഡൺ DW, അതായത് ഒരു ചെറിയ ലെങ്തിൽ, ഒരു സ്മോൾ ലെങ്ത് കൺസിഡർ ചെയ്തു അവിടെ വർക്ക് ഡൺ നടക്കുവാണെങ്കിൽ ഒരു എലമെൻ്റൽ വർക്ക് ഡൺ മാത്രമേ നടക്കത്തുള്ളൂ. സോ DW എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. സോ F ഇൻറ്റു DL. ഇവിടെ നമ്മളത് മൈനസ് എടുക്കുന്നു, കാരണം ഇവിടെ നമ്മൾ നെഗറ്റീവ് സൈൻ എടുത്തിരിക്കുന്നത്. വർക്ക് ഡൺ എന്ന് പറയുന്നത്, ഓക്കെ, അതായത് വർക്ക് ഡൺ എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ ഏജൻ്റാണ് ചെയ്തത്. അതായത് ഈ കേസിൽ ഇത് പിന്നെ അത് തെളിഞ്ഞിട്ടില്ല. ഈ DW = -FDL എന്ന് നമ്മൾ കൊടുത്തു, അതായത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. പക്ഷേ നമ്മളൊരു നെഗറ്റീവ് കൊടുത്തു, അതായത് ഇവിടെ ഈ വർക്ക് ഡൺ ചെയ്തിരിക്കുന്ന ഒരു എക്സ്റ്റേണൽ ഏജൻ്റാണ്. അതുകൊണ്ടാണ് ആ നെഗറ്റീവ് സൈൻ.
കൊടുക്കുന്നത്. നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്തത് ഈ വർക്ക് ഡൺ ചെയ്തത് ഒരു എക്സ്റ്റേണൽ ഏജൻ്റ് എന്നാണ്. ഇനി ടോട്ടൽ വർക്ക് ഡൺ, അതായത് എയിൽ നിന്നും ബിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അത് ആ ഒരു ചാർജ് ചെയ്യുന്ന ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്ത് ചെയ്താൽ മതി, ഫിസിക്കൽ ടു ക്യൂ ഇ ആണ് ഉള്ളത്. അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി, എ ടു ബി ലിമിറ്റിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കിന് നമുക്ക് എന്ത് കിട്ടും, ക്യൂ കോൺസ്റ്റൻ്റ് ആണ്. സോ മൈനസ് ക്യൂ ഇൻറ്റു എ ടു ബി ഇ ഡോട്ട് ഡി എൽ എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഇക്വേഷനെ, അതായത് ഇപ്പം നമുക്ക് ഈ കിട്ടിയ വർക്ക് ഡണ്ണിനെ അതിൻ്റെ ക്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കിന് നമുക്ക് എന്ത് കിട്ടും, എ ടു ബിയിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടും. സോ വി എ ബി ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ചാർജ് ഡബ്ല്യു ബൈ ക്യൂ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി ഇ ഡോട്ട് ഡി എൽ കിട്ടും. ഇനി വി എ വി ബി എന്ന് പറയുന്നത് എയിലെയും ബിയിലെയും പൊട്ടൻഷ്യൽ ആണെങ്കിൽ, അതായത് നമ്മളൊരു റെഫറൻസ് പോയിൻ്റ് വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ എയിലെ പൊട്ടൻഷ്യലാണ് വി എ, ബിയിലെ പൊട്ടൻഷ്യലാണ് വി ബി എങ്കിൽ വി എ ബിയെ നമുക്ക് എങ്ങനെ എഴുതാം, വി ബി മൈനസ് വി എ എന്ന് എഴുതാം. ഇനി ഈ പോയിൻ്റ് ചാർജ് എന്ന് പറയുന്നത് ഒറിജിനലല്ല ലൊക്കേറ്റ് ചെയ്യുന്നത്, പക്ഷെ ഒരു പോയിൻ്റ് അതിൻ്റെ പൊസിഷൻ വെക്റ്റർ ആറാണ്. അതായത് ഒറിജിനലല്ല ഇരിക്കുന്നത്, പക്ഷേ ഒരു പൊസിഷൻ വെക്റ്റർ 6, ഒരു 6 ഡിസ്റ്റൻസ് മാറിയിട്ടാണ് നമ്മൾ ഈ പോയിൻ്റ് വെക്കുന്നതെങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യലിനെ നമുക്ക് വി ഓഫ് ആർ എന്ന് പറയാം. അതായത് 6 ഡിസ്റ്റൻസിലെ പൊട്ടൻഷ്യൽ അങ്ങനെ നമുക്ക് പറയാം. ഇപ്പോൾ എയും ബി എന്നും പറഞ്ഞിട്ടില്ല, അങ്ങനെയാണ് പറഞ്ഞേക്കുന്നതെങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യലിനെ നമുക്ക് എന്ത് പറയാം, വി ഓഫ് ആർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഞാൻ കൊടുത്തിട്ടില്ല. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് വി ഓഫ് ആർ ഈക്വൽ ടു ക്യൂ ബൈ 4πε0 മോഡുലസ് ആർ മൈനസ് ആർ ഡാഷ് എന്ന് വരും. ഓക്കെ, ഇത് ഞാൻ നോട്ട് അയച്ചു തരാം, എന്നിട്ട് നോക്കിയാൽ മതി. ഓക്കെ, അടുത്താണ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ്. പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് 2 പോയിൻ്റ് ഒരു ഡി ആർ, ഒരു ഇൻഫിനിറ്റേസിമൽ ഡിസ്റ്റൻസ് ഡി ആറിൽ സെപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് എത്തിക്കാൻ നമ്മൾ എത്ര വർക്ക് ഡൺ വേണം, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മളിത് പോയിന്റിനെ മാറ്റുന്നു, ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ മാറ്റുന്നു, അതിന് എത്ര വർക്ക് ഡൺ എടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഡി ഡബ്ല്യു എന്ന് പറയുന്നതിനെ നമുക്ക് ഡി വി, അതായത് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് എന്ന് എടുക്കാം. അതാണെങ്കിൽ ഈക്വൽ ടു മൈനസ് ഇ ഇൻറ്റു ഇ ഡോട്ട് ഡി ആർ എന്ന് വരും. ഓക്കെ, ഇനി ഓർക്കുക, പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, അപ്പം വി ഈസ് എ ഫങ്ഷൻ ഓഫ്, അതായത് ഇപ്പം നമ്മൾ ഈ പറയുന്നത് ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്റിലാണ്, അതായത് ആർ എന്ന് പറയുന്നത് എക്സ് വൈ ഇസഡ് ആക്സിസിലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ എഴുതാം, ഡോ വി ബൈ ഡോ എക്സ് ഡി എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ ഡി വൈ പ്ലസ് ഡോ വി ബൈ ഡോ ഇസഡ് ഡി ഇസഡ് ഈക്വൽ ടു മൈനസ് ഇ ഡോട്ട് ഡി ആർ. അതായത് ഡി വിയെ നമുക്ക് ഈ എക്സ് വൈ ഇസഡ് എന്ന ആക്സിസിൽ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ വീണ്ടും എങ്ങനെ എഴുതാം, നമ്മൾ ഐ ജെ കെ, അതായത് എ എക്സ് എ വൈ എ ഇസഡിൻ്റെ ടേംസിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതാം, ഡോ വി ബൈ ഡോ എക്സ് എ എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ എ വൈ പ്ലസ് ഡോ വി ബൈ ഡോ ഇസഡ് എ ഇസഡ് ഇൻറ്റു ഡി എക്സ് എ എക്സ് പ്ലസ് ഡി വൈ എ വൈ പ്ലസ് ഡി ഇസഡ് എ ഇസഡ് എന്ന് എഴുതാം, ഈക്വൽ ടു മൈനസ് ഇ ഡോട്ട് ടി ആർ. ഇനി ഇപ്പം നമ്മൾ ഈ എഴുതി വെച്ചിരിക്കുന്ന ഈ ഒരു ഡെറിവേഷനില്ലേ, അതായത് ഈ എഴുതിയേക്കുന്ന ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെൽ വി ആണ്, അതായത് ഗ്രേഡിയൻ വി ആണ് ഈ എഴുതിയിരിക്കുന്നത്. സോ നമുക്കിതിനെ എങ്ങനെ എഴുതാം, ഗ്രേഡിയൻ വി ഡോട്ട് ഡി ആർ എന്ന് എഴുതാം, ഈക്വൽ ടു മൈനസ് ഇ ഡോട്ട് ഡി ആർ. ഇതിൽ നിന്നും ഇയുടെ വാല്യൂ എന്ത് കിട്ടും, മൈനസ് ഡെൽ വി, അതായത് മൈനസ് ഓഫ് ഗ്രേഡിയൻ വി ആണ് ഇ, അതായത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് മൈനസ് ഓഫ് ഗ്രേഡിയൻ പൊട്ടൻഷ്യലാണ്. ഇതിനെ വേണം നമുക്ക് ദ റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആൻഡ് പൊട്ടൻഷ്യൽ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് ഒരു പോയിന്റിൽ, അതായത് നെഗറ്റീവ് ഓഫ് ദി പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ്, ആ പോയിന്റിൽ നെഗറ്റീവ് ഓഫ് ദ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റിന് ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ നെഗറ്റീവ് സൈൻ ഷോ ചെയ്യുന്നത് നമ്മുടെ പൊട്ടൻഷ്യലിൻ്റെ ഡയറക്ഷൻ ഏതാണോ അതിൻ്റെ ഓപ്പോസിറ്റാണ് ഇയുടെ ഡയറക്ഷൻ എന്നാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തയാണ് റിലേഷൻ ബിറ്റ്വീൻ ഇ ആൻഡ് വി. റിലേഷൻ ബിറ്റ്വീൻ ഇ ആൻഡ് വി എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കൺസിഡർ ചെയ്യാം പൊട്ടൻഷ്യൽ വി ബി എ ഈക്വൽ ടു മൈനസ് വി എ ബി, അതായത് ബിയിൽ നിന്നും എയിലേക്ക് കൊണ്ടുവരേണ്ട
പ്രവൃത്തി, അതായത് ബിയിൽ നിന്നും ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ എയിലേക്ക് കൊണ്ടുവരേണ്ട പൊട്ടൻഷ്യലും തിരിച്ച് എയിൽ നിന്നും ബിയിലേക്ക് അതെന്ന് പറയുന്നത് രണ്ടും ഒന്നിൻ്റെ നെഗറ്റീവാണ് മറ്റേത്, അതായത് ഒന്ന് പോകുന്ന ഡയറക്ഷൻ അല്ല, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണെന്നാണ് സൂചിപ്പിക്കുന്നത്. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി ഈസ് ഇൻഡിപെൻഡൻറ്റ് ടു പാത്ത് ടേക്കൺ. അതായത് പൊട്ടൻഷ്യൽ ഇപ്പോൾ എ ബി രണ്ട് പോയിൻറ്റിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് അത് സഞ്ചരിക്കുന്ന പാത്തിന് ഇൻഡിപെൻഡൻ്റ് ആണ്, പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വി ബി എ പ്ലസ് വി എ ബി ഈക്വൽ ടു 0 എന്ന് കൊടുക്കാമല്ലോ. ഫസ്റ്റ് ഇക്വേഷനെ നമ്മൾ മൈനസ് വി എ ബി ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നു, സോ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ഈക്വൽ ടു 0 എന്ന് എഴുതാമല്ലോ, കാരണം പൊട്ടൻഷ്യൽ ഇക്വേഷൻ ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ഈക്വൽ ടു 0 എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. ഇനി നമ്മളിതിനകത്ത് സ്റ്റോക്സ് തിയറം അപ്ലൈ ചെയ്യുന്നു. എന്താണ് സ്റ്റോക്സ് തിയറം? ലൈൻ ഇൻ്റഗ്രലിനെയും സർഫസ് ഇൻ്റഗ്രലിനെയും തമ്മിൽ റിലേറ്റ് ചെയ്യുന്നതാണ് സ്റ്റോക്സ് തിയറം. സോ നമ്മുടെ ഇപ്പോൾ ഒരു ലൈൻ ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ഈക്വൽ ടു 0 ഉണ്ട്, അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? സർഫസ് ഇൻ്റഗ്രലിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ സർഫസ് ഇൻ്റഗ്രലിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താ വരിക? കേൾ ഓഫ് ഇ ഡി എസ് എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിന്ന് ഇപ്പോൾ ഈ അതായത് സർഫസ് ഇൻ്റഗ്രൽ കേൾ ഇ ഡി എസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പം ഇതിനകത്ത് നമുക്ക് എന്തെഴുതാം? കേൾ ഇ ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഓക്കെ, ഇതിൽ ഈ കേൾ ഇ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷനാണ് മാക്സ്വെൽ സെക്കൻഡ് ഇക്വേഷൻ ഇൻ പോയിൻറ്റ് ഫോം ഓർ ഡിഫറൻഷ്യൽ ഫോം. അപ്പം നിങ്ങളോട് ഡിറൈവ് മാക്സ്വെൽ സെക്കൻഡ് ഇക്വേഷൻ ഇൻ പോയിൻറ്റ് ഫോം ഓർ ഡിഫറൻഷ്യൽ ഫോം എന്ന് പറഞ്ഞാൽ ഇതെഴുതാം. നമ്മളിതിനി തേർഡ് മൊഡ്യൂൾ ഫോർത്ത് മൊഡ്യൂളിൽ വിശദമായിട്ട് പഠിക്കുന്നുണ്ട്, എന്നാലും സെക്കൻഡ് മൊഡ്യൂളിലും ഇത് ചോദിക്കാം. ഓക്കെ, ഇനി ഫസ്റ്റ് ഇക്വേഷനാണ് മാക്സ്വെൽസ് ഇക്വേഷൻ ഇൻ ഇൻ്റഗ്രൽ ഫോം. അപ്പം ഇൻ്റഗ്രൽ ഫോമിൽ മാക്സ്വെൽ ഇക്വേഷൻ ചോദിക്കാം, പോയിൻറ്റ് ഫോമിൽ ചോദിക്കാം, ഡിഫറൻഷ്യൽ ഫോമിൽ ചോദിക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാക്സ്വെൽസ് ഫസ്റ്റ് ഇക്വേഷൻ ഇതുപോലെ പോയിൻറ്റ് ഫോമും ഇൻ്റഗ്രൽ ഫോമൊക്കെ പറഞ്ഞിരുന്നു. ഇത് സെക്കൻഡ് ഇക്വേഷൻ, അതായത് കേൾ ഇ ഈക്വൽ ടു 0. ഓക്കെ, ഇനി അപ്പോൾ നമുക്കറിയാം വി ഈസ് ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വിയുടെ ഡിഫറൻഷ്യൽ എടുക്കുമ്പോഴത്തേക്കിനും ഡി വി ഈസ് ഈക്വൽ ടു മൈനസ് ഇ ഡോട്ട് ഡി എൽ എന്ന് കിട്ടും. ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കുക. നമുക്ക് രണ്ട് പോയിൻറ്റ് കൺസിഡർ ചെയ്യാം, പി എക്സ് വൈ ഇസഡിലും പിന്നെ വേറൊരു പി ഈ എക്സ് വൈ ഇസഡിൻ്റെ കൂടെ ഒരു ഡിഫറൻഷ്യൽ ലെങ്ത് കൂടെ ആഡ് ചെയ്യുന്നു, അതായത് എക്സ് പ്ലസ് ഡി എക്സ്, വൈ പ്ലസ് ഡി വൈ, ഇസഡ് പ്ലസ് ഡി ഇസഡ്. അപ്പോൾ ഇതൊരു ഇലക്ട്രിക് ഫീൽഡിലാണ് ഉള്ളത്. അപ്പോൾ അവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ഒരു പോയിൻറ്റ് ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മൾ ഈ പോയിൻറ്റ്സിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. സോ ഡി വി ഇസിക്കൽ ടു എന്ത് വരും? ഡോ വി ബൈ ഡോ എക്സ് ഡി എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ ഡി വൈ പ്ലസ് ഡോ വി ബൈ ഡോ ഇസഡ് ഡി ഇസഡ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡോ വി ബൈ ഡോ എക്സ് എ എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ എ വൈ പ്ലസ് ഡോ വി ബൈ ഡോ ഇസഡ് എ ഇസഡ് ഇൻറ്റു ഡി എക്സ് എ എക്സ് പ്ലസ് ഡി വൈ എ വൈ പ്ലസ് ഡി ഇസഡ് എ ഇസഡ്, അതായത് ഗ്രേഡിയൻ ഫോമിൽ വരും. അങ്ങനെയാണെങ്കിൽ ഡി വി ഇസിക്കൽ ടു എങ്ങനെ എഴുതാം? ഗ്രേഡിയൻറ്റ് വി ഡോട്ട് ഡി എൽ, ഗ്രേഡിയൻറ്റ് വി ഡോട്ട് ഡി എൽ ഇക്വേഷൻ നമ്പർ 4 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മൾ ഈ രണ്ട് ഇക്വേഷനും ഇക്വേറ്റ് ചെയ്യുമ്പം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെയിം ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൈനസ് ഇ ഡോട്ട് ഡി എൽ ഇസിക്കൽ ടു ഗ്രേഡിയൻറ്റ് വി ഡോട്ട് ഡി എൽ. സോ എന്ത് കിട്ടും? മൈനസ് ഇ ഇസിക്കൽ ടു ഗ്രേഡിയൻറ്റ് വി, അതായത് ഇ ഇസിക്കൽ ടു ഗ്രേഡിയൻറ്റ് ഓഫ് വി. നമ്മൾ മുമ്പേ ഇത് പറഞ്ഞിരുന്നു. ഇതാണ് റിലേഷൻ ബിറ്റ്വീൻ ഇ ആൻഡ് വി. ഇതൊക്കെ എക്സാമിന് ചോദിക്കാൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തയാണ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിൻറ്റ് ചാർജ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു പോയിൻറ്റ് ചാർജ് ഒറിജിനലിൽ ലൊക്കേറ്റ് ചെയ്യുന്നതെന്ന് എടുക്കുക. നമ്മൾ ഇതിന് അതായത് ഈ പോയിൻറ്റ് ചാർജിൻ്റെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒറിജിനിൽ നിന്നും, അതായത് ഈ ഒരു ഒറിജിനിൽ നിന്നും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി റേഡിയലിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫിഗർ. അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ക്യൂ ബൈ 4πε0 ആർ സ്ക്വയർ ഇൻറ്റു ആർ സ്ക്വയർ എ ആർ ക്യാപ്പ്. അതായത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. സോ അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും നമ്മൾ പറയണം. അപ്പം നമ്മളൊരു യൂണിറ്റ് ചാർജ് കൺസിഡർ ചെയ്തു, അത് ബി എന്ന പോയിൻറ്റിലാണ് ഇരിക്കുന്നത്. അപ്പം അത് റേഡിയലി, അതായത് ആർ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, ഒറിജിനിൽ നിന്നും ആർ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസിലാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി റേഡിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഒരു ഫിഗർ നോക്കുമ്പോൾ നമുക്കൊരു എയും ബി എന്ന് പറയുന്ന രണ്ട് പോയിൻ്റ് ഉണ്ട്.
ഒറിജിനിൽ നിന്നും എ എന്ന് പറയുന്ന പോയിൻറ്റോട്ടുള്ള ഡിസ്റ്റൻസാണ് ആർ എ, ബിയിലേക്കുള്ള ഡിസ്റ്റൻസാണ് ആർ ബി. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഡിസ്റ്റൻസ് ആർ, അത് നമ്മൾ പറഞ്ഞു. സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നമുക്ക് എ ടു ബിയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ അപ്പം ഡി എൽ, അതായത് ഡി എൽ എന്ന് പറയുന്നത് എന്തെഴുതാം? നമ്മൾ ഈ ഡി എല്ലിൻ്റെ ഒക്കെ ഇക്വേഷൻ ഫസ്റ്റ് മൊഡ്യൂളിൽ ഓരോ കോർഡിനേറ്റിലും ഡി എല്ലിൻ്റെ ഇക്വേഷൻ എന്താ, ഇതെല്ലാം ഞാൻ കോളം വരച്ച് എഴുതിയിടാൻ പറഞ്ഞിരുന്നു. ഇതെല്ലാം നമുക്ക് അങ്ങോട്ടുള്ള മൊഡ്യൂൾസിൽ ആവശ്യമാണ്. അപ്പം നിങ്ങൾ ആ ഫസ്റ്റ് മൊഡ്യൂൾ നന്നായിട്ട് പഠിച്ചാലേ ബാക്കി എല്ലാ മൊഡ്യൂൾസും പഠിക്കാൻ പറ്റത്തുള്ളൂ. സോ ഇൻ സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ഡി എല്ലിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡി ആർ എ ആർ പ്ലസ് ആർ ഡി തീറ്റ എ തീറ്റ പ്ലസ് ആർ സൈൻ തീറ്റ ഡി ഫൈ എ ഫൈ എന്നൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിരുന്നു. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി എ ബി ഈക്വൽ ടു ഇൻ്റഗ്രൽ ബി ടു എ ഇ ഡോട്ട് ഡി എൽ എന്നൊരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, ഇനി ഈ ഒരു ഇക്വേഷൻ നമ്മൾ തൊട്ട് മുമ്പേ എഴുതി -q/4πε0 r സ്ക്വയർ. അതായത് ഇയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? q/4πε0 r സ്ക്വയർ ആണ്. പക്ഷെ നമുക്ക് വേണ്ടത് വി എ ബി ആണ്. സോ മൈനസ് q/4πε0 r സ്ക്വയർ എ ആർ ഡി എല്ലിൻ്റെ വാല്യൂ നമ്മൾ എഴുതി. അപ്പോൾ നമുക്ക് വിത്ത് റെസ്പെക്റ്റ് ടു എന്താണ് ഡി ആർ, അതായത് ഇപ്പം എ ആറിൻ്റെ വെക്റ്റർ മാത്രമേ നമുക്കുള്ളൂ, അതായത് എ ആറിൻ്റെ കമ്പോണൻറ്റ് മാത്രമേ നമ്മുടെ എവിടെ ഉള്ളൂ? ഇയിലുള്ളൂ. സോ ഡി ആർ എ ആർ 1/r സ്ക്വയർ ഡി ആർ മാത്രം മതി. ബാക്കി തീറ്റയുടെ വാല്യൂ ഇല്ല, ഡി ഫൈയുടെ വാല്യൂ ഇല്ല, ഫൈയുടെ വാല്യൂ ഇല്ല. സോ അത് ആ ഒരു രണ്ട് കമ്പോണൻറ്റ് ക്യാൻസലായിപ്പോൾ ആകെ എ ആറിൻ്റെ കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ 1/r സ്ക്വയറിനെ വിത്ത് റെസ്പെക്റ്റ് ടു എയിലും ബി ലിമിറ്റിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? വി എ ബി ഇസിക്കൽ ടു q/4πε0 1/r a മൈനസ് 1/rb. ഇതാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതായത് പൊട്ടൻഷ്യൽ ഡ്യൂ ടു പോയിൻറ്റ് ചാർജ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു പോയിൻറ്റ് ചാർജ്. ഇനി അടുത്താണ് അബ്സല്യൂട്ട് പൊട്ടൻഷ്യൽ. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് രണ്ട് പോയിൻ്റ് ഉണ്ട്. ഒരു പോയിൻ്റ് ഇൻഫിനിറ്റ്ലി ആണെന്ന് കൺസിഡർ ചെയ്യുക. ഒരു പോയിൻ്റ് ഇൻഫിനിറ്റിലും ഒരു പോയിൻ്റ് ഇവിടെയാണെങ്കിൽ ആ രണ്ട് പോയിൻറ്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് അബ്സല്യൂട്ട് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ കേബിൾ, അതായത് കേബിളിലൂടെ പൊട്ടൻഷ്യൽ പോകുന്നു. അതിൻ്റെ ഒരറ്റം ഇൻഫിനിറ്റ് ആണ്, എവിടെ എത്തുന്നത് നമുക്കറിയത്തില്ല, ട്രാൻസ്മിഷൻ ലൈനൊക്കെ. അപ്പം അതാണ് ഇപ്പം നമ്മുടെ കേബിളിൻ്റെ ഒക്കെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുന്നത് അബ്സല്യൂട്ട് പൊട്ടൻഷ്യലാണ്. അത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു പോയിൻറ്റേ ഉള്ളൂ എ, ബി എന്ന് പറയുന്നത് അങ്ങ് ഇൻഫിനിറ്റി ഇല്ല. സോ വി എ ഇസിക്കൽ ടു q/4πε0 r a. ഇപ്പം ഈ പൊട്ടൻഷ്യൽ ഡ്യൂ ടു പോയിൻറ്റ് ചാർജ് ആൻഡ് അബ്സല്യൂട്ട് പൊട്ടൻഷ്യൽ, ഈ രണ്ട് ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ പൊട്ടൻഷ്യലിൻ്റെ പ്രോബ്ലംസ് ചെയ്യുന്നത്. ആ പ്രോബ്ലംസ് ഞാൻ നിങ്ങൾക്ക് നോട്ടായിട്ട് അയച്ചു തരാം, ചെയ്ത് നോക്കുക. ഓക്കെ, ഓർക്കുക പൊട്ടൻഷ്യൽ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഒരു സ്കെയിലാർ വെക്റ്റർ ക്വാണ്ടിറ്റി. ഓക്കെ, അടുത്തത് ഒരു ഡെറിവേഷനാണ് സ്റ്റാറ്റിക് ഇലക്ട്രിക് ഫീൽഡ് ഈസ് കൺസർവേറ്റീവ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൺസിഡർ ചെയ്യുമ്പം അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിൻ്റെ എൻഡ് പോയിൻറ്റിനെയും സ്റ്റാർട്ട് പോയിൻറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതെന്ത് ചെയ്യുന്നില്ല, അതിൻ്റെ പാത്തിൻ്റെ, അതായത് അത് ഫ്ലോ ചെയ്യുന്ന പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നമ്മൾ മുമ്പേ ഒന്ന് റെഫർ ചെയ്തായിരുന്നു, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ത് ചെയ്യില്ല, പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. അതേപോലെ തന്നെ ഇത് സ്റ്റാർട്ട് പോയിൻ്റ് ആൻഡ് എൻഡ് പോയിൻറ്റിനെ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ, പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. ഇതിനെയാണ് കൺസർവേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ബി എന്ന് പറയുന്നത് നമുക്ക് എന്തു പറയാം, മൈനസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം വി ഇസിക്കൽ ടു മൈനസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ആണ്. സോ ഈ ഒരു ഫിഗർ വെച്ചിട്ട് ഇൻ്റഗ്രൽ എ ബി സി ഇ ഡോട്ട് ഡി എൽ ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ഡി സി ഇ ഡോട്ട് ഡി എൽ, അതായത് രണ്ടിൻ്റെയും പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആണ്. അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തില്ല, പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. അപ്പം ഫസ്റ്റ് രണ്ട് പോയിൻറ്റിൻ്റെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്, അതായത് ഒരു പോയിൻറ്റ് ചാർജ് കാരണമുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എൻഡ് പാത്തിനെയും സ്റ്റാർട്ട് പോയിൻറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ, പാത്തിന് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളത് എങ്ങനെ തെളിയിക്കും? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് കൺസർവേറ്റീവ് അല്ല. അത് നമുക്ക് എങ്ങനെ തെളിയിക്കാൻ നോക്കാം. അതായത് വി ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ ഇനിഷ്യൽ പോയിൻറ്റ് ടു ഫൈനൽ പോയിൻറ്റ് ഇ ഡോട്ട് ഡി എൽ ആണല്ലോ. സോ ആ ഫിഗർ വെച്ചിട്ട് ഇൻ്റഗ്രൽ എ ബി സി ഇ ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ഡി സി ഇ ഡോട്ട് ഡി എൽ.
ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഈക്വലിനെ ഇപ്പുറത്ത് കൊടുക്കുമ്പം, അതായത് ഇൻറ്റഗ്രൽ എ ബി സി ഇ ഡോട്ട് ഡി എൽ മൈനസ് ഇൻറ്റഗ്രൽ എ ഡി സി ഇ ഡോട്ട് ഡി എൽ എന്ന് പറയുന്നത് എന്ത് വരും? 0. ഇ ഡോട്ട് ഇ ഇല്ല, ഇ ഡോട്ട് ഡി എല്ലേ ഉള്ളൂ, ഒരു ഇ ഇല്ല. ഓക്കെ, ഇ ഡോട്ട് ഡി എൽ ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ ഇൻറ്റഗ്രൽ എ ബി സി ഡി ഇ ഡോട്ട് ഡി എൽ ഈക്വൽ ടു 0 എന്ന് കൊടുക്കാമല്ലോ. അതായത് ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, പാത്തിന് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഇങ്ങനെയാണ് തെളിയിക്കുന്നത്. ഓക്കെ, അടുത്താണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആൻഡ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോൾ. ഡൈപോൾ എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും പൊട്ടൻഷ്യലും ഡൈപോളിൽ നിന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നാണ് അടുത്തത് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഡൈപോൾ എന്താണ്? ഒരു ഡൈപോൾ രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ഒരു സ്മോൾ ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്ത് വെക്കുമ്പോഴാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇതിനെ ഒരു ഇലക്ട്രിക് ഡൈപോളായിട്ട് ഒരു പോളറൈസ്ഡ് മോളിക്യൂളിനെ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷനകത്ത് നമ്മൾ ഇലക്ട്രിക് ഡൈപോളിൽ നിന്നും ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെയും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെയും ഇക്വേഷനാണ് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മളിത് ഡിറൈവ് ചെയ്യാനായിട്ട് സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. അതാണ് ഇതിന് കൺവീനിയൻ്റ് ആയിട്ടുള്ള കോർഡിനേറ്റ്. സോ സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ പോയിൻ്റ് എന്താണ്? പി ആർ തീറ്റ ഫൈ, അതാണ് പോയിൻ്റ്. അപ്പം ഡൈപോൾ എന്ന് പറയുന്നത് പോളാർ ആക്സിസിലാണ് പ്ലേസ് ചെയ്യുന്നത്. അതായത് ഡൈപോൾ എന്ന് പറയുന്നത് സെൻറ്ററുമായിട്ട് കോയിൻസൈഡ് ചെയ്തിട്ടുണ്ട്, ഒറിജിനുമായിട്ട് കോയിൻസൈഡ് ചെയ്തിട്ടുണ്ട്. ഡൈപോൾ മൊമെൻ്റ് എന്താണ്? ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് ചാർജ് ആൻഡ് സ്പേസിംഗ് ആണ്. ഓക്കെ, ഇനി ഈ ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്ന ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അത് ഡയറക്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ടു പോസിറ്റീവ് ചാർജ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇലക്ട്രിക് ഡൈപോളിൻ്റെ ഫിഗർ. എക്സ് വൈ ഇസഡ് ആക്സിസിലാണ് നമ്മൾ ഈ സ്പെറിക്കൽ കോർഡിനേറ്റ് നമ്മൾ വരച്ച് വെച്ചിരിക്കുന്നത്. സോ പി ആർ തീറ്റ ഫൈ സ്പെറിക്കൽ കോർഡിനേറ്റ് ഉള്ള ഒരു പോയിൻറ്റ്, പ്ലസ് ക്യൂ മൈനസ് ക്യൂ എന്നുള്ള ഡിസ്റ്റൻസ് ആണ് R1 R2. സെൻട്രൽ നിന്ന് പിയിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് R. പ്ലസ് ക്യൂ മൈനസ് ക്യൂ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് 2L. സോ ഒറിജിൻ ടു പ്ലസ് ക്യൂ വരെ L ഡിസ്റ്റൻസ്, 0 ടു മൈനസ് ക്യൂ വരെ L ഡിസ്റ്റൻസ്. ഇനി പ്ലസ് ക്യൂവിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടൊരു ആറിലോട്ടൊരു പ്രൊജക്ഷൻ വരച്ചിട്ടുണ്ട്. ആ ഒരു ആംഗിളാണ് തീറ്റ. സോ ആ ഒരു ഡിസ്റ്റൻസ്, അതായത് ആർ എന്നതിൽ നമ്മൾ ആ പ്ലസ് ക്യൂവിൽ നിന്നും വരച്ചിരിക്കുന്ന ലൈൻ വരെ ഒറിജിൻ തൊട്ട് ആ ഒരു ലൈൻ മെർജ് ചെയ്തേക്കുന്നിടം വരെയുള്ള ഒരു ലെങ്താണ് എൽ കോസ് തീറ്റ. അതായത് കോസ് തീറ്റ എടുക്കുമ്പോൾ നമുക്ക് കിട്ടും എൽ കോസ് തീറ്റ. ഓക്കെ, ഈ ചുമന്ന മഷിയിൽ ഞാൻ വരച്ചിരിക്കുന്ന ഫിഗറാണ് മൈനസ് ക്യൂ പ്ലസ് ക്യൂ ആൻഡ് 2L. ഇതാണ് ഒരു ഡൈപോൾ. ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷനാണ് കാണിച്ചിരിക്കുന്നത് ഫ്രം മൈനസ് ടു പോസിറ്റീവ്, അതായത് പി. ഇതാണ് ഡൈപോൾ മൊമെൻ്റ്, ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ ഇവിടുത്തെ ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്നത് പി ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു സ്പേസിങ്, അതായത് 2L ഇൻറ്റു ക്യൂ. പി എന്നാണ് നമ്മൾ ഡൈപോൾ മൊമെൻറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത്. കൂടെ ഒരു AR കൊടുത്തിട്ടുണ്ട്, അതായത് പോളാർ ആക്സിസിൽ എലോങ് ആയിട്ടുള്ള അതിൻ്റെ യൂണിറ്റ് വെക്ടറാണ് AR എന്ന് പറയുന്നത്. ഡൈപോൾ മൊമെൻ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്ത് വരും? പി ഇസ് ഈക്വൽ ടു 2L ക്യൂ. ഇനി പിയിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് പ്ലസ് ക്യൂ കാരണവും പ്ലസ് മൈനസ് ക്യൂ കാരണമുള്ള പൊട്ടൻഷ്യലിൻ്റെ സം ആയിരിക്കും പി എന്ന പോയിൻറ്റിലെ ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇനി അതായത് പ്ലസ് ക്യൂവിൽ നിന്നും മൈനസ് ക്യൂവും പിയിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് R1 ആൻഡ് R2. ഓക്കെ, അപ്പം വി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? പോയിൻറ്റ് ചാർജിൻ്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. 1/4πε0 Q/R1 മൈനസ് Q/R2. ഓക്കെ, സോ വി ഇസ് ഈക്വൽ ടു Q/4πε0 1/R1 മൈനസ് 1/R2 കിട്ടും. അപ്പോൾ ഇതിനകത്ത് R2 മൈനസ് R1/R1 R2 നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി ഇതിനകത്ത് R1 എന്ന് പറയുന്നത്, ഫിഗർ ശ്രദ്ധിക്കുക, R1 എന്ന് പറയുന്നത് ടോട്ടൽ R ആണ് ഡിസ്റ്റൻസ്. ആറിൽ നിന്നും ഈ L കോസ് തീറ്റ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി R1 കിട്ടാൻ. അതേപോലെ തന്നെ R2 എന്ന് പറയുന്നത് ആറും അതുപോലെ തന്നെ ഈ L കോസ് തീറ്റയും കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് R2 കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ R2 മൈനസ് R1 എന്ത് വരും? 2L കോസ് തീറ്റ വരും. R1 R2 എന്ന് പറയുന്നത് R² മൈനസ് L² കോസ് സ്ക്വയർ തീറ്റ വരും.
അപ്പം ഈ എൽ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് ആർ സ്ക്വയറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നെഗ്ലിജിബിൾ ആണ്. സോ അത് നെഗ്ലക്റ്റ് ചെയ്ത് കളയാം. സോ R1 R2 എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് വരും. സോ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും? Q/4πε0 2L cos തീറ്റ ബൈ ആർ സ്ക്വയർ. ഇതിനകത്ത് ഈ 2L ക്യൂവിനെ നമുക്ക് ഡൈപോൾ മൊമെൻറ്റ് P എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ V ഈസ് ഈക്വൽ ടു P cos തീറ്റ ബൈ 4πε0 ആർ സ്ക്വയർ എന്ന് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? V ഈസ് ഈക്വൽ ടു PR cos തീറ്റ ബൈ 4πε0 ആർ ക്യൂബ് എന്ന് വരും. ഇനി ഈ PR cos തീറ്റ എന്ന് പറയുന്നതിനെ നമ്മൾ ഡോട്ട് പ്രോഡക്റ്റിൽ എങ്ങനെ എഴുതാം? P ഡോട്ട് R. സോ നമുക്ക് എന്ത് കിട്ടും? V ഈസ് ഈക്വൽ ടു P ഡോട്ട് R 4πε0 ആർ ക്യൂബ് എന്ന് കിട്ടും. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ ഇക്വേഷൻ കിട്ടി. P ഡോട്ട് R 4πε0 ആർ ക്യൂബ് എന്ന് കിട്ടി. ഇനി അടുത്ത് നമുക്കറിയാം E ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽ V ആണ്. ഓക്കെ, അതായത് മൈനസ് ഓഫ് ഗ്രേഡിയൻ V ആണ്. നമ്മൾ ഈ പോയിൻ്റ് എടുത്തിരിക്കുന്നത് സ്പെറിക്കൽ കോർഡിനേറ്റ് ആയതുകൊണ്ട് ഗ്രേഡിയൻ്റ് ഇൻ സ്പെറിക്കൽ കോർഡിനേറ്റിലെ ഇക്വേഷൻ വേണം യൂസ് ചെയ്യാൻ. സോ ഇതാണ് സ്പെറിക്കൽ കോർഡിനേറ്റിലെ ഇക്വേഷൻ. ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ആറും തീറ്റയും വാല്യൂ ഉള്ളൂ. സോ 5 ഇല്ല, 5യുടെ ടൈം അങ്ങ് 0 ആയിപ്പോൾ. സോ -1/4πε0 - 2p cos തീറ്റ ബൈ ആർ ക്യൂബ് AR പ്ലസ് -p sin തീറ്റ ആർ ക്യൂബ് A തീറ്റ എന്ന് വരും. ഓക്കെ, നിങ്ങളിത് ഡെറിവേഷൻ എടുത്ത് നോക്കുമ്പോൾ കിട്ടും 1/4. അപ്പം നമ്മൾ ആ മൈനസ് അകത്തോട്ട് എടുക്കുമ്പോഴത്തേക്കിനും 1/4πε0 2p cos തീറ്റ ആർ ക്യൂബ് AR പ്ലസ് p sin തീറ്റ ആർ ക്യൂബ് A തീറ്റ എന്ന് കിട്ടും. അപ്പോൾ ഇതിനകത്ത് നിന്ന് കോമൺ ആയിട്ട് p/r ക്യൂബ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2 cos തീറ്റ AR പ്ലസ് സൈൻ തീറ്റ A തീറ്റ എന്ന് വരും. ഓക്കെ, ഇവിടെ ER അതായത് R കമ്പോണൻ്റ് ഉണ്ട്, E തീറ്റ കമ്പോണൻ്റ് ഉണ്ട്, പക്ഷേ E5 കമ്പോണൻ്റ് ആബ്സെൻ്റ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ ഈ പോയിൻ്റ് പോളാർ ആക്സിസിലാണെന്ന് ആദ്യമേ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീറ്റ എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് 1/4πε0 2p/r ക്യൂബ് AR ആയിരിക്കും. ഓക്കെ, ഇനി നമ്മുടെ ഈ പോയിൻ്റ് പോളാറിലല്ല ഇക്വറ്റോറിയലാണെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രി വരും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്ത് വരും? E ഈസ് ഈക്വൽ ടു 1/4πε0 p/r ക്യൂബ് A തീറ്റ എന്ന് വരും. ഓക്കെ, ആറിൻ്റെ കമ്പോണൻറ്റ് 5യുടെ കമ്പോണൻറ്റ് വരത്തില്ല. അപ്പോൾ ഇതാണ് ഡൈപോളിൻ്റെ ഡെറിവേഷൻ. ഇതും സ്ഥിരം ചോദിക്കാറുള്ളതാണ് ഡെറിവേഷൻ. അടുത്താണ് പോയ്സൺസ് ആൻഡ് ലാപ്ലേസ് ഇക്വേഷൻ. നമ്മുടെ ഗോസസ് ലോ ഇൻ പോയിൻ്റ് ഫോം അനുസരിച്ച് ഡൈവേർജൻസ് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു വോളിയം ചാർജ് ഡെൻസിറ്റി ആണ്. അതായത് ഡൈവ് D ഈസ് ഈക്വൽ ടു റോ V എന്നൊരു ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. പക്ഷേ D എന്ന് പറയുന്നത് എപ്സിലോൺ E ആണ്. അപ്പോൾ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? Dക്ക് എപ്സിലോൺ E എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഡൈവേർജൻറ്റ് ഓഫ് എപ്സിലോൺ E ഈസ് ഈക്വൽ ടു റോ V എന്ന് കിട്ടും. ഇതിനകത്ത് എപ്സിലോൺ അങ്ങ് പുറത്തെടുക്കാം. സോ എപ്സിലോൺ ഇൻറ്റു ഡൈ V ഈസ് ഈക്വൽ ടു റോ V. ഇനി എപ്സിലോണിനെ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ എന്ത് കിട്ടും? ഡൈ V ഈസ് ഈക്വൽ ടു റോ V ബൈ എപ്സിലോൺ. E എന്ന് പറയുന്നത് എന്താണ്? മൈനസ് ഓഫ് ഗ്രേഡിയൻ V ആണ്. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? ഡൈവേർജൻറ്റ് ഓഫ് മൈനസ് ഗ്രേഡിയൻ V ഈസ് ഈക്വൽ ടു റോ V ബൈ എപ്സിലോൺ എന്ന് വരും. സോ ഡൈവേർജൻറ്റ് ഓഫ് ഗ്രേഡിയൻ V ഈക്വൽ ടു ആ മൈനസിനെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ മൈനസ് റോ V ബൈ എപ്സിലോൺ വരും. ഈ ഡൈവേർജൻറ്റ് ഓഫ് ഗ്രേഡിയൻ V എന്താണ്? ഡെൽ സ്ക്വയർ V എന്ന് എഴുതാം ഇതിനെ. ഡെൽ സ്ക്വയർ V ഈസ് ഈക്വൽ ടു മൈനസ് റോ V ബൈ എപ്സിലോൺ. ഇതാണ് പോയ്സൺസ് ഇക്വേഷൻ. അതായത് ഡെൽ സ്ക്വയർ V ഈക്വൽ ടു മൈനസ് റോ V ബൈ എപ്സിലോൺ എന്ന് പറയുന്നതാണ് പോയ്സൺസ് ഇക്വേഷൻ. ഇനി പോയ്സൺസ് ഇക്വേഷൻ കാർട്ടീഷ്യനിൽ പറയാം, സിലിണ്ട്രിക്കലിൽ പറയാം, സ്പെറിക്കലിൽ പറയാം. അപ്പം പോയ്സൺസ് ഇക്വേഷനിൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ആണിത്, സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഇക്വേഷനാണിത്, സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഇക്വേഷനാണ് ഇത്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സിലിണ്ട്രിക്കൽ കോർഡിനേറ്റിനകത്ത് റോ തീറ്റ ഇസഡ് എന്നാണ് റോ ഫൈ ഇസഡ് എന്നാണ് പഠിച്ചിട്ടുള്ളത്. ചിലപ്പം ചില പുസ്തകത്തിനകത്ത് ഈ റോയ്ക്ക് പകരം ആറാണ് കൊടുത്തിട്ടുള്ളത്. മേ ബി എക്സാമിന് ക്വസ്റ്റ്യൻ വരുമ്പം R5Z എന്ന് വരാം. അപ്പം അത് സ്പെറിക്കലാണോ സിലിണ്ട്രിക്കലാണോ എന്നൊരു കൺഫ്യൂഷൻ വരരുത്. ഓക്കെ, അത് ഓരോ പുസ്തകത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. അവർ ആറെന്നാണ് കൺസിഡർ ചെയ്തേക്കുന്നതെങ്കിൽ അവർ അപ്പോൾ ആ ടെക്സ്റ്റിൽ നിന്നാണ് നമ്മൾ എക്സാമിന് ക്വസ്റ്റ്യൻ എടുക്കുന്നതെങ്കിൽ അവർ ആറ് അങ്ങനെ തന്നെ ഇടും, റോ തന്നെ ഉപയോഗിക്കണമെന്നില്ല. അപ്പം ഇസഡ് ഉണ്ടെങ്കിൽ അത് സിലിണ്ട്രിക്കലാണെന്ന് തന്നെ ഓർക്കുക. ഓക്കെ,
സ്പെറിക്കൽ സിസ്റ്റത്തിൽ ഇക്വേഷൻ. ഇത് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ലാപ്ലേസ് ഇക്വേഷനായിട്ട് ഈ ഡെൽ സ്ക്വയർ വിയുടെ ഇക്വേഷൻ, ഡെൽ സ്ക്വയറിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ചില കേസിൽ, അതായത് ഈ പോയിസൺസിൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ് ഈ ചാർജ് ഡെൻസിറ്റി റോ വി എന്ന് പറഞ്ഞാൽ 0 ആവുന്ന കണ്ടീഷൻ. ആ സമയത്ത് ഡെൽ സ്ക്വയർ വി എന്ന് പറയുന്നത് എന്ത് വരും? 0. ഈ കണ്ടീഷനാണ് ലാപ്ലേസ് ഇക്വേഷൻ. ഈ ഡെൽ സ്ക്വയർ എന്ന് പറയുന്ന ഓപ്പറേറ്ററാണ് ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ. ഈ ഓപ്പറേറ്ററിനെ പറ്റിയാണ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചത്. ഇനി അടുത്തതാണ് യുണീക്നെസ് തിയറം. നമ്മുടെ ലാപ്ലേസ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കും. ആ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന സമയത്ത് അത് ബൗണ്ടറി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സൊല്യൂഷൻ യുണീക്കാണ്. അത് ഏത് മെത്തേഡ് യൂസ് ചെയ്ത് ആ സൊല്യൂഷൻ ബൗണ്ടറി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിലും ആ സൊല്യൂഷൻ എന്താണ്? യുണീക്കാണ്. ഇതാണ് യുണീക്നെസ് തിയറം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ തിയറി ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഇനി നമുക്കൊരു ലാപ്ലേസ് ഇക്വേഷൻ തന്ന് അത് യുണീക്കാണോ അല്ലയോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കുക എന്നാണ് 2 പ്രോബ്ലത്തിലൂടെ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. വി ഇസ് ഇക്വൽ ടു എക്സ് സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ. ഇതിൻ്റെ ഡെൽ സ്ക്വയർ വി ഇസ് ഇക്വൽ ടു 0 ആണോ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിപ്പം എക്സ് വൈ ഇസഡ് ഏത് കോർഡിനേറ്റാണ്? കാർട്ടീഷ്യനാണ്. സോ ഡോ വി ബൈ ഡോ എക്സ് ചെയ്താൽ മതിയല്ലോ. ഡോ വി ബൈ ഡോ എക്സ് ചെയ്യുക, ഡോ സ്ക്വയർ വി ബൈ ഡോ എക്സ് സ്ക്വയർ ചെയ്യുക. ചെയ്ത് കഴിഞ്ഞിട്ട് ഡെൽ സ്ക്വയർ വി എന്താണ്? ഡോ സ്ക്വയർ വി ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ വി ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ വി ബൈ ഡോ ഇസഡ് സ്ക്വയർ ഇസ് ഇക്വൽ ടു 0. ഇതാണ് ലാപ്ലേസ് ഇക്വേഷൻ. ഇതിനകത്ത് നമ്മൾ ഈ കണ്ടുപിടിച്ചിരിക്കുന്ന ഓരോന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിടുമ്പം നോട്ട് ഈക്വൽ ടു 0 എന്നാണ് വരുന്നതെങ്കിൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സോ ഇതെന്താണ്? യുണീക്ക് അല്ല. യുണീക്നെസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഓക്കെ. ഇനി അടുത്തൊരു പ്രോബ്ലം. വി ഇസ് ഇക്വൽ ടു ആർ കോസ് 5 പ്ലസ് ഇസഡ്. ആർ കോസ് 5 പ്ലസ് ഇസഡ്. ഇസഡ് ഉണ്ട്. സോ ഇത് ഏത് കോർഡിനേറ്റാണ്? 6 തന്നിട്ടുണ്ട്, ഇസഡും തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ 6 വരുമ്പോൾ ചാടി കയറി സ്പെറിക്കലാണെന്ന് കൺസിഡർ ചെയ്യരുത്. ആർ കോസ് 5 പ്ലസ് ഇസഡ് തന്നിട്ടുണ്ട്. സോ ഇത് ഏത് കോർഡിനേറ്റാണ്? സിലിണ്ടറിക്കൽ കോർഡിനേറ്റാണ്. ഇതേപോലെ തന്നെ ലാപ്ലേസിൻ്റെ ഇക്വേഷൻ എഴുതുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡെൽ സ്ക്വയർ വി ഇസ് ഇക്വൽ ടു 0 എന്ന് കിട്ടിയാൽ അത് യുണീക്കാണ്. യുണീക്നെസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ പ്രോബ്ലം ചോദിക്കാം. ഇനി അടുത്തൊരു ഡെറിവേഷനാണ് കപ്പാസിറ്റൻസ് ഓഫ് കോവാക്സൽ കേബിൾ അല്ലെങ്കിൽ കപ്പാസിറ്റൻസ് ഓഫ് സിലിണ്ടേഴ്സ്. ഇങ്ങനെ 2 രീതിയിലും ചോദിക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു കോവാക്സൽ കേബിൾ കൺസിഡർ ചെയ്യുക. അതിൻ്റെ ഇന്നർ റേഡിയസ് എ ആണ്, ഔട്ടർ റേഡിയസ് ബി ആണ്. ഫിഗറിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി, അതായത് ഈ കോവാക്സൽ കേബിളിൻ്റെ ബിറ്റിവിനെ ഏത് ഡയലക്ട്രിക് മെറ്റീരിയലാണോ ഫില്ല് ചെയ്തിരിക്കുന്നത് അതിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എപ്സിലോൺ ആറാണ് നമ്മൾ എടുക്കുന്നത്. ഇനി ഈ 2 സിലിണ്ടേഴ്സിൻ്റെ ബിറ്റുവിനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണെന്നാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുന്നുണ്ട്. 2 സിലിണ്ടേഴ്സ് ഉണ്ട്. അതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് റോയലാണ്. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുന്നു ഇതിൻ്റെ ഇന്നർ സിലിണ്ടറിന് റോയൽ എന്ന് പറയുന്ന ഒരു ചാർജും ഔട്ടർ സിലിണ്ടറിന് മൈനസ് റോയൽ എന്ന് പറയുന്ന ചാർജുമാണെന്ന് കൺസിഡർ ചെയ്യുന്നു. ഇതിനകത്ത് നമ്മൾ ഗോസസ് ലോ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കിനും ഇലക്ട്രിക് ഫീൽഡ് ഈ അറ്റ് എ ഡിസ്റ്റൻസ് ആർ എന്ന് പറയുന്നത് നമ്മൾ എഴുതാൻ പോവുകയാണ്. സോ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 കോവാക്സൽ കേബിൾസ്, അതായത് 2 കോവാക്സൽ കേബിളിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനു മുമ്പ് ഈ ഇലക്ട്രിക് ഡിസ്റ്റൻസ്, അതായത് നമ്മൾ പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ ഡിസ്റ്റൻസ് ആർ എന്ന് പറയുന്നത് റോയൽ ബൈ 2π എപ്സിലോൺ ആർ ആണ്. ഓക്കെ, ഇ ഈസ് ഇക്വൽ ടു റോയൽ 2π എപ്സിലോൺ ആർ. അതാണ് ഈ ഇക്വേഷൻ. അത് ഞാൻ നോട്ട് അയക്കുമ്പം അയച്ചു തരാം. ഓക്കെ, അപ്പം ഇനി ഈ 2 കോവാക്സൽ കേബിളിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് വി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ബി ടു എ ഇ ഡി ആർ. സോ മൈനസ് റോയൽ ബൈ 2π എപ്സിലോൺ, ഇയുടെ വാല്യൂ മൈനസ് റോയൽ 2π എപ്സിലോൺ ആർ ആണ്. സോ മൈനസ് റോയൽ 2π എപ്സിലോൺ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് പുറത്തെടുത്തു. ഇൻ്റഗ്രൽ ബി ടു എ ഡി ആർ ബൈ ആർ. മൈനസ് റോയൽ 2π എപ്സിലോൺ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് ആർ എ ടു ബി, ബി ടു എ. മൈനസ് റോയൽ 2π എപ്സിലോൺ ഇതിനെ നമുക്ക് ലിമിറ്റ് കൊടുക്കുമ്പം ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് വരും. സോ റോയൽ ബൈ നമ്മൾ ആ മൈനസ് അകത്തോട്ട് കൊടുക്കുന്നു. സോ റോയൽ ബൈ 2π എപ്സിലോൺ ലോഗ് ബി മൈനസ് ലോഗ് എ എന്ന് വരുന്നു. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് എ മൈനസ് ബി ലോഗ് ബി ബൈ എ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് വി കിട്ടി. സോ കപ്പാസിറ്റൻസ് ഓഫ് കോവാക്സൽ കേബിൾ പെർ യൂണിറ്റ് ലെങ്ത് എന്ത് വരും? സി ഇസ് ഇക്വൽ ടു ക്യൂ ബൈ വി ചെയ്താൽ പോരെ. ക്യൂ എന്താണ് ഇവിടുത്തെ? റോയൽ ഇൻറ്റു എൽ. പെർ യൂണിറ്റ് ലെങ്ത് ആണ് വേണ്ടത്. സോ എൽ ഈസ് ഇക്വൽ ടു 1. അപ്പം നമുക്ക് സി എന്ന് പറയുന്നത് എന്ത് കിട്ടും? റോയൽ ബൈ വി.
റോയൽ എന്ന് പറയുന്നത് റോയൽ ബൈ വി എന്ന് പറയുന്നത് നമ്മുടെ വി എന്ത് ചെയ്താൽ മതി, ഓൾറെഡി റോയലുണ്ട്. സോ നമ്മൾ തിരിച്ചിട്ടാൽ മതി. അതായത് 2πε ബൈ ലോഗ് ബി ബൈ എ. ഇതാണ് കപ്പാസിറ്റൻസ് ഓഫ് കോവാക്സൽ കേബിൾ പെർ യൂണിറ്റ് ലെങ്ത്. ഇനി എപ്സിലോൺ 0 എപ്സിലോൺ ആർ എന്ന് എഴുതാം. ഓക്കെ. ഇനി ഈ മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് കപ്പാസിറ്റൻസ് ഓഫ് പാരലൽ കണ്ടക്ടേഴ്സ്, അതായത് ട്രാൻസ്മിഷൻ ലൈൻ അല്ലെങ്കിൽ കപ്പാസിറ്റൻസ് ഓഫ് 2 വയർ ലൈൻ സിസ്റ്റം. എങ്ങനെ വേണേലും ചോദിക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു പാരലൽ കണ്ടക്ടേഴ്സ് കൺസിഡർ ചെയ്യുക. അതിൻ്റെ റേഡിയസ് എ ആണ്. അതിനെ സെപ്പറേറ്റ് ചെയ്തേക്കുന്ന ഒരു ഡിസ്റ്റൻസ് ഡി വെച്ചിട്ടാണ്. ഓക്കെ. കണ്ടക്ടർ എ ഉണ്ട്, അതിൻ്റെ ചാർജ് റോയലാണ്. അതുപോലെ തന്നെ അത് റോയലാണ്. ഇതിനടുത്താണ് സെക്കൻഡ് കണ്ടക്ടർ ബി വെച്ചിരിക്കുന്നത്. സോ ഇതിൻ്റെ ഈ റോയലിൻ്റെ ഇൻഡക്ഷൻ കാരണം ഒരു മൈനസ് റോയൽ ചാർജ് എവിടെ ഉണ്ടാവും, കണ്ടക്ടർ ബിയിൽ ഉണ്ടാവും. ഇനി പി എന്ന് പറയുന്നൊരു പോയിൻ്റ് കൺസിഡർ ചെയ്യുന്നു. ഇതാ നമ്മളൊരു പി എന്ന് പറയുന്ന പോയിൻ്റ് എ കണ്ടക്ടറിൽ നിന്നും ആർ ഡിസ്റ്റൻസ് മാറിയും ബി കണ്ടക്ടറിൽ നിന്നും ഡി മൈനസ് ആർ ഡിസ്റ്റൻസ് മാറിയും ഒരു പോയിൻ്റ് പി കൺസിഡർ ചെയ്യുന്നു. ആ പിയിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ എയുടെയും ബിയുടെയും, കണ്ടക്ടർ എയുടെയും കണ്ടക്ടർ ബിയുടെയും കാരണം അവിടെ എന്തുണ്ടാവും, പിയിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. അതിൻ്റെ സമ്മായിരിക്കും പിയിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. സോ ഈ ഇസിക്വൽ ടു റോയൽ 2πε പ്ലസ് റോയൽ 2πε ഡി മൈനസ് ആർ. ഡിസ്റ്റൻസ് മാറും. സോ റോയൽ ബൈ 2π 1/r പ്ലസ് 1/d മൈനസ് ആർ എന്ന് വരും. ഇനി ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് വി ഇസിക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ആണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ 1/r, നമ്മുടെ ലിമിറ്റ് എന്ന് പറയുന്നത് d മൈനസ് എ ടു എ ആണ്. സോ 1/r പ്ലസ് 1/d മൈനസ് ആറിനെ നമ്മൾ ഇൻ്റർവൽ എടുക്കുമ്പോഴത്തേക്കിനും ലോഗ് ആർ പ്ലസ് ലോഗ് ഡി മൈനസ് ആർ എന്ന് വരും വിത്ത് ലിമിറ്റ് d മൈനസ് എ ടു എ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ലോഗ് എ മൈനസ് ലോഗ് ഡി മൈനസ് എ പ്ലസ് ലോഗ് ഡി മൈനസ് എ മൈനസ് ലോഗ് ഡി മൈനസ് ഡി മൈനസ് എ എന്ന് വരും. നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കുമ്പോൾ കിട്ടും. സോ മൈനസ് റോയൽ ബൈ 2πε എന്ന് പറയുന്നത് എന്ത് വരും, ലോഗ് എ ബൈ ഡി മൈനസ് എ പ്ലസ് ലോഗ് ഡി മൈനസ് എ ബൈ മൈനസ് എ എന്ന് വരും. ഓക്കെ. അതായത് ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറയുന്നത് ലോഗ് എ ബൈ ബി. ആ ഒരു ഫോമുല ഇവിടെ അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും, മൈനസ് റോയൽ 2πε ലോഗ് എ ബൈ ഡി മൈനസ് എ പ്ലസ് ലോഗ് എ ബൈ ഡി മൈനസ് എ. ഈ മൈനസ് എന്ത് ചെയ്യുന്നു, അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ലോഗ് എ ബൈ, ഇത് രണ്ടും ഈക്വൽ അല്ലേ. സോ 2 ഇൻറ്റു ലോഗ് എ ബൈ ഡി മൈനസ് എ എന്ന് എഴുതി. ഇനി ഈ മൈനസ് നമ്മൾ അകത്തോട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമുക്കിതിനെ തിരിച്ചെഴുതാം, ലോഗ് ഡി മൈനസ് എ ബൈ ഡി എന്ന് എഴുതാം. ഈ 2ഉം ഈ 2πε 2 ക്യാൻസൽ ഔട്ട് ചെയ്യുന്നു. സോ വി എന്ന് പറയുന്നത് എന്ത് വരും, റോയൽ പൈ എപ്സിലോൺ ലോഗ് ഡി മൈനസ് എ ബൈ എ എന്ന് വരും. നമുക്ക് വേണ്ടത് ഈ ട്രാൻസ്മിഷൻ ലൈൻ അല്ലെങ്കിൽ 2 വയർ സിസ്റ്റത്തിൻ്റെ കപ്പാസിറ്റൻസ് ആണ് വേണ്ടത് പെർ യൂണിറ്റിലുള്ള. സോ സി ഇസിക്വൽ ടു റോയൽ ബൈ വി, അതായത് ഇതിനെ തിരിച്ചിടുക പൈ എപ്സിലോൺ ബൈ ലോഗ് ഡി മൈനസ് എ ബൈ എ. ഇനി ഡി എന്ന് പറയുന്നത് എയെക്കാട്ടിലും ഒരുപാട് വലുതാണ്. സോ നമുക്ക് എ ക്യാൻസൽ ഔട്ട് ചെയ്ത് കളഞ്ഞാൽ പൈ എപ്സിലോൺ ലോഗ് ഡി ബൈ എ എന്ന് കിട്ടും. ഓക്കെ. സോ ഇനി ഡൈഇലക്ട്രിക് മീഡിയം, ഈ രണ്ട് കണ്ടക്ടറിനും ഇടയ്ക്കുള്ളത്, ഇപ്പോൾ ട്രാൻസ്മിഷൻ ലൈനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ രണ്ട് ട്രാൻസ്മിഷൻ ലൈൻ ഇടയ്ക്കുള്ള മീഡിയം എന്ന് പറയുന്നത് എയർ ആണ്. അതായത് എപ്സിലോൺ 0 മാത്രമേ ഉള്ളൂ, എപ്സിലോൺ ആർ 1 ആണ്. അങ്ങനെ ആകുമ്പോഴത്തേക്കിനും നമുക്ക് എപ്സിലോണിന് പകരം എന്ത് കൊടുക്കാം, എപ്സിലോൺ 0. ട്രാൻസ്മിഷൻ ലൈൻ എന്ന് എടുത്തു പറഞ്ഞാൽ മാത്രമേ ഈ കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ സി ഇസിക്വൽ ടു പൈ എപ്സിലോൺ ലോഗ് ഡി ബൈ എ എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ ഇതാണ് കപ്പാസിറ്റൻസ് ഓഫ് 2 വയർ സിസ്റ്റം. ഈ കപ്പാസിറ്റൻസിൻ്റെ ഈ കോവാക്സൽ കേബിളിൻ്റെയും ട്രാൻസ്മിഷൻ ലൈൻ, അതായത് 2 വയർ സിസ്റ്റത്തിൻ്റെയും ഈ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഈ ഡെറിവേഷൻ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ഷുവറായിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ ഈ രണ്ട് ഡെറിവേഷൻ എല്ലാവരും നന്നായിട്ട് പഠിച്ചു വെച്ചോണം. അപ്പോൾ ഈ സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഫുൾ ഡെറിവേഷനാണ്. പിന്നെ അതിനകത്ത് നിന്ന് പ്രോബ്ലം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് ഇപ്പം മെയിനായിട്ടും കൂടുതലും നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടത് ഈ ഡെറിവേഷൻസിനാണ്. ഓക്കെ. പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലം ഞാൻ ആദ്യം ചെയ്യിപ്പിച്ചായിരുന്നു. പിന്നെ കുറച്ച് പൊട്ടൻഷ്യൽസിൻ്റെ പ്രോബ്ലം ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. നിങ്ങളത് വർക്കൗട്ട് ചെയ്തിട്ട് നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അതായത് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിനെ ബേസ് ചെയ്തിട്ടാണ് അങ്ങോട്ടുള്ള എല്ലാ മൊഡ്യൂൾസും വരുന്നത്. അപ്പം ആ ആദ്യത്തെ പഠിച്ച ഇക്വേഷൻസ് ഒക്കെ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പ്രോബ്ലവും അങ്ങനെ തന്നെ. അപ്പോൾ ആദ്യത്തെ മൊഡ്യൂൾ ബേസ് ഉണ്ടെങ്കിൽ ബാക്കി മൊഡ്യൂൾസിലെ പ്രോബ്ലംസ് ഒക്കെ എളുപ്പമായിരിക്കും. ഓക്കെ. അപ്പോൾ ഇത്രയാണ് സെക്കൻഡ് മൊഡ്യൂൾ. അസൈൻമെൻറ്റ് ഞാനിന്ന് ക്വസ്റ്റ്യൻ അപ്ലോഡ് ചെയ്യാം.
അസൈൻമെൻറ്റ് നാളെ രാത്രി 10 മണിക്ക് മുമ്പ് സബ്മിറ്റ് ചെയ്യുക. ഈ 2 മൊഡ്യൂളായിരിക്കും സീരീസിനുള്ളത്. ഓക്കെ, താങ്ക് യു.